ഉർഹോ ഡിസ്ലീബോ 4-ാം ദിനം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 4-ാം ദിവസമായ ഇന്ന് നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 16-ാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ക്രിസ്തു ആര് എന്നതിന് പല അഭിപ്രായങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെയും പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെയും മഹത്വം കൂടുതലാണ്. ഇവിടെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? ഈ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുണ്ട് നമ്മുടെ വിശ്വാസവും ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും എല്ലാം. അന്ന് ക്രിസ്തുവിൻ്റെ ആ ചോദ്യത്തിന് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുമ്പോൾ, ഇന്ന് ക്രിസ്തു ആരെന്ന ചോദ്യത്തിന് പണ്ടെന്നോ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യകയായ മറിയയുടെ മകനായി ജനിച്ച കുറച്ച് ശിഷ്യന്മാരുമൊത്ത് അത്ഭുതങ്ങൾ ചെയ്ത് അവസാനം കുരിശുമരണം ഏറ്റ ഒരു പാവം മനുഷ്യൻ എന്ന് വിശ്വാസവും സയൻസും കൂട്ടിച്ചേർത്ത് ഒരുമിപ്പിച്ച് ഒരു ഉത്തരമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മൾ രുചിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസ് യഥാർത്ഥ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറയുവാൻ സാധിച്ചത്. അതിന് യേശു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്നു. ഈ വാക്യത്തിന് പല വേദ പണ്ഡിതാക്കളും പല അർത്ഥങ്ങളും നൽകുന്നു. പീറ്റർ എന്ന വാക്ക് ഗ്രീക്ക് പദം പെട്രോസ് എന്നതിൽ നിന്ന് വരുന്നു. പെട്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എ സ്റ്റോൺ അല്ലെങ്കിൽ സ്മോൾ റോക്ക് എന്നാണ്. അപ്പോൾ പത്രോസ് എന്ന പാറയിൽ ക്രിസ്തു തൻ്റെ സഭയുടെ അടിസ്ഥാനമിട്ടു എന്നും, അല്ല, പത്രോസ് അല്ല, മറിച്ച് ക്രിസ്തു ആര് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവിൽ സഭയുടെ അടിസ്ഥാനം എന്നും വാദങ്ങളുണ്ട്. രണ്ട് ചെറിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പറഞ്ഞ് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും യാഥാർത്ഥ്യമായി ക്രിസ്തുവിനെ അറിയാത്തത്? Why some people still don't know Christ? ഇതിൻ്റെ ഉത്തരം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്താൽ, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. ഈ നോമ്പ് കാലത്ത് ക്രിസ്തുവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചത്? ആരോ പറഞ്ഞതുകൊണ്ട്, അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട്, പള്ളിയിലെ അച്ഛൻ ഞായറാഴ്ച പറഞ്ഞതുകൊണ്ട്, കൂട്ടുകാർ വിശ്വസിക്കുന്നത് കൊണ്ട്, ഇതൊന്നും കൊണ്ടായിരിക്കരുത് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. യു മസ്റ്റ് നോ ഹിം പേഴ്സണലി. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അത് സ്വയം മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും നമ്മൾ സ്വയം ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം എന്ന് ക്രിസ്തുവിന് നിർബന്ധമുണ്ട്. പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ, പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ കർത്താവിനെ സ്വയം തിരിച്ചറിയാൻ, സ്വീകരിക്കാൻ, പിൻചെല്ലാൻ ഈ നോമ്പിൽ നമുക്ക് സാധിക്കണം. ക്രിസ്തു ഇന്നും ഉറച്ച പാറമേൽ തൻ്റെ സഭയെ പണിയുകയാണ്. ഈ നോമ്പ് കാലത്ത് ക്രിസ്തുവിനെ അന്വേഷിച്ച്, അടുത്തറിഞ്ഞ്, ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്തു എൻ്റെ രക്ഷിതാവ്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.